റെസ്പോൺസിബിലിറ്റി ആദ്യം തൊട്ട് നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളതാണല്ലോ കാര്യം. ഈ ഒരു ലവ് നമുക്ക് കിട്ടുന്ന ഓഡിയൻസിന് കിട്ടുന്ന അങ്ങോട്ട് ഡിസപ്പോയിൻ്റ് ചെയ്യിക്കാത്ത രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റി എടുത്ത് സിനിമകൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇത് നല്ലൊരു സിനിമയായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ബാക്കി സിനിമ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് നോക്കാം. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ കൂടെയുള്ള പടമാണല്ലോ ഇത്. കോമഡി ഏത് ജോണറിൽ വരും ഈ പടത്തിൽ? ഫാൻറ്റസിയാണ്. ഫാൻറ്റസി എൻ്റർടൈനറാണ് കൂടുതലും. എല്ലാ പ്രായം ഉള്ള എല്ലാവർക്കും, കൊച്ചുകുട്ടികൾക്ക് പ്രത്യേകിച്ച് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു ഫൺ എൻ്റർടൈനർ ഫാൻറ്റസി സിനിമയായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ബ്ലോഗർ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സെലക്ട് ചെയ്തത്? അല്ല, ഇത് അബി ഒന്ന് ഇങ്ങനെ കഥ പറഞ്ഞു. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഹുക്ക് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ്. നമ്മൾ കുറേ നാളായിട്ട് ഇത് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് മലയാളത്തിൽ അധികം വന്നിട്ടില്ല. അപ്പോൾ അത് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. വർക്കാവും എന്നുള്ള പ്രതീക്ഷ. ഞാൻ ഏക്കു കണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ. അപ്പോൾ എൻ്റെ ഫാൻഡം ലെവൽ മേലേക്ക് പോയി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റാറിനെ കിട്ടുക എന്ന് പറയുന്നത്. ഇതൊരു ഫാന്റസി മൂവി ആണല്ലോ, സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നു ആ നരേഷൻ കേട്ടപ്പോഴും ഫസ്റ്റ് സ്ക്രിപ്റ്റ് മൊത്തത്തിൽ വായിച്ചപ്പോഴും ഒരു 2 hours ഒക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ബ്രീത്ത് എടുക്കാണ്ട് ഇങ്ങനെ പിന്നെ 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 ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി എക്സൈറ്റിംഗ്. കുറേ ഫണ്ണുണ്ട്. ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നു. പിന്നെ ഭയങ്കര വൈബുള്ള ഒരാളാണ് സന്ദീപ്. അതുകൊണ്ട് അവനോട് വർക്ക് ചെയ്യാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഭയങ്കര സന്തോഷം. ഏത് രീതിയിലുള്ള സന്ദീപിനായിരിക്കും ഇപ്പോഴത്തെ കാണാൻ കഴിയുക? അത് ഭയങ്കര എനർജറ്റിക് ആയിട്ട്, ഭയങ്കര രസമായിട്ട്, ഇതുവരെ കാണാത്തതല്ല, എന്നാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പരിപാടിയായിരിക്കും.